Hi everyone, welcome to House of Trading. ട്രേഡിംഗ് സ്റ്റൈൽസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ മാർക്കറ്റ് കണ്ടീഷൻസിനെ ബേസ് ചെയ്താണെങ്കിൽ നമുക്ക് 8 രീതിയിലുള്ള മാർക്കറ്റ്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ 8 രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന 8 ഡിഫറെന്റ് മാർക്കറ്റ്സ്? ഇക്വിറ്റി മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ്, കൊമോഡിറ്റി മാർക്കറ്റ്, ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, ക്രിപ്റ്റോ, ഇൻഡെക്സ് ആൻഡ് ബോൺസ്. ഇങ്ങനെ 8 മാർക്കറ്റ് ടൈപ്പുകളെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നോക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രേഡിംഗ് സ്റ്റൈലുകളാണ് നോക്കാൻ പോകുന്നത്. 7 രീതിയിലുള്ള ട്രേഡിംഗ് സ്റ്റൈലുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ 7 രീതിയിലുള്ള ട്രേഡിംഗ് സ്റ്റൈലിനെ നേരത്തെ പറഞ്ഞ 8 രീതിയിലുള്ള മാർക്കറ്റ് ടൈപ്പിൽ ഏതിൽ വേണേലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയായിരുന്നു ആ ട്രേഡിംഗ് സ്റ്റൈലുകൾ? ഡിഫറെന്റ് രീതിയിൽ നമുക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന 7 സ്റ്റൈൽസ്. ആദ്യത്തേത് ഡേ ട്രേഡിംഗ്. ഡേ ട്രേഡിങ്ങിനെ നമ്മൾ കോമൺലി നമുക്ക് ഇടയിൽ അറിയപ്പെടുന്ന ഒരു ഒറ്റ പേരിലാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. വളരെ കോമൺ ആയിട്ടും ക്വിക്ക് റിച്ച് സ്കീമുകളുടെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിലായിരുന്നു. ഏറ്റവും കൂടുതൽ സ്പെക്കുലേഷൻസ് നടക്കുന്നതും ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പെക്കുലേഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അത് ഇൻട്രാഡേ ട്രേഡിങ്ങിലല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്നത്തെ കാലത്ത് ഓപ്ഷൻസ് പ്രൈസ് വരുന്ന മൂവ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഏതെങ്കിലും ഒരു ദിവസം ക്യാപ്ചർ ചെയ്താൽ തന്നെ എഫ്ഡിന്നൊക്കെ ഒരു വർഷം കൊണ്ട് കിട്ടുന്ന റിട്ടേൺസ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഓപ്ഷൻസ് ട്രേഡിംഗിന്നോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നോ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കൈൻഡ് ഓഫ് വോളറ്റാലിറ്റിയാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു ഇതിനകത്ത് ഇൻട്രാഡേ ട്രേഡിംഗ്? മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ട്രേഡിൽ എൻറ്റർ ചെയ്യുകയും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അത് മാർക്കറ്റിന്റെ ഗ്യാപ്പ് അപ്സും ഗ്യാപ്പ് ഡൗണും മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് വരെ എന്ത് നടക്കും ആ ഒരു അൺസർട്ടനിറ്റി ഒരിക്കലും ഇൻട്രാഡേ ട്രേഡേഴ്സിന് എടുക്കേണ്ടി വരത്തില്ല. അതാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുള്ളത്. ക്വിക്ക് മണിയും ക്വിക്ക് പ്രോഫിറ്റ്സും ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇൻട്രാഡേയിലാണ്. ക്വിക്ക് മണിയും ഹയർ റിട്ടേൺസും നമ്മൾക്ക് കിട്ടുമ്പോൾ ഒബ്വിയസ്ലി അവിടെ എന്ത് രൂപപ്പെടും? ഹയർ റിസ്ക്. ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നതും ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതുമായിട്ടുള്ളത്. രണ്ടാമത്തെ രീതിയിലുള്ള ട്രേഡിംഗ് സ്വിംഗ് ട്രേഡിംഗ്. സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് നേരത്തെ നമ്മൾ മാർക്കറ്റ് ടൈപ്പ് വെച്ച് പറഞ്ഞതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻട്രാഡേയും ചെയ്യാനായിട്ട് സാധിക്കും. സോ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഏതാ? ഒരു സ്റ്റോക്ക് പർട്ടിക്കുലർലി നിങ്ങൾ ഡെലിവറി എടുത്തതിന് ശേഷം അതിനെ കുറച്ച് ദിവസങ്ങളിലേക്കോ മാസങ്ങളിലേക്കോ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ച് അതിന്റെ ഒരു പർട്ടിക്കുലർ സ്വിംഗ്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് 100 രൂപയിൽ നിൽക്കുന്നത് അത് 150ലേക്ക് പോകുന്നുണ്ട്, തിരിച്ച് 100ലേക്ക് വരുന്നുണ്ട്, 150ലേക്ക് പോകുന്നുണ്ട്, വീണ്ടും 100ലേക്ക് വരുന്നുണ്ട്. 100ൽ നിന്ന് 150 പോയി തിരിച്ച് 100ൽ വന്ന സ്റ്റോക്ക് നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച് 150 വിൽക്കാൻ ശ്രമിക്കുന്നതിനാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു സ്വിംഗ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയും സ്വിംഗ് ട്രേഡേഴ്സിന്. യൂഷ്വലി ഇറ്റ് ടേക്സ് ഡേയ്സ് ഓർ വീക്സ്, ഇല്ലെങ്കിൽ മന്ത്സ് ഒക്കെ പോവാം. ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ആയിരിക്കും ചിലപ്പോൾ ഒരു സ്റ്റോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ഹയർ റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ടും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്താനായിട്ടുള്ള സമയം സ്വിംഗ് ട്രേഡിംഗിൽ എപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. ട്രേഡിംഗ് സ്റ്റൈൽസിനെ വെച്ച് നോക്കാൻ നേരം മൂന്നാമത്തെ രീതിയിലുള്ള ട്രേഡിംഗ് സ്റ്റൈൽ ഏതാണെന്ന് അറിയാമോ? അത് സ്കാൽപ്പിംഗ് ആയിരുന്നു. സോ ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് സ്കാൽപ്പിംഗ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സ്കാൽപ്പേഴ്സ് ഒരിക്കലും നമ്മുടെ സ്വിംഗ് ട്രേഡിംഗിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ സ്വിംഗ് എടുക്കുക, ഇല്ലെങ്കിൽ ഡേയ്സോ വീക്സോ ഒന്നും അവർ കാത്തു നിൽക്കത്തില്ല. ഇൻട്രാഡേ എന്ന് പറയുന്നത് രാവിലെ വാങ്ങിച്ച് വൈകുന്നേരം വിൽക്കുന്നത് വരെ ഒന്നും കാത്തു നിൽക്കത്തില്ല. പക്ഷേ സ്കാൽപ്പേഴ്സ് എന്താണ് ചെയ്യുന്നത്? അവർക്കൊരു ക്വിക്ക് ട്രേഡ് കിട്ടിയാൽ മതി. അവർ അങ്ങനെയാണ് പ്രോഫിറ്റ് എടുക്കാനായിട്ട് നോക്കുന്നത്. എന്താണ് സ്കാൽപ്പിംഗ്? ഒരു സ്റ്റോക്ക് 5 രൂപയിൽ ട്രേഡ് ചെയ്യാന്ന് കരുതുക. പെട്ടെന്നായിരിക്കും 5 രൂപ 50 പൈസയിലേക്ക് ആ സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഈ 50 പൈസ ക്യാപ്ചർ ചെയ്യുന്നത് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഇവർ ഈ 50 പൈസ ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിനാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഓപ്ഷൻസ് പ്രൈസിങ് എടുക്കാം. 10 രൂപയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീമിയം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇപ്പോൾ ഹ്യൂജ് സ്പൈക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ മാർക്കറ്റിൽ വരുന്നില്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ 10 രൂപയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രീമിയം പെട്ടെന്ന് സ്പൈക്ക് ചെയ്ത് 40 രൂപയിലോട്ട് പോകുന്ന ചെയ്തു.
ഈ 10 രൂപ സ്പൈക്ക് ചെയ്ത് 12 13 സമയത്ത് ഇവർക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഇവർ എത്രയും പെട്ടെന്ന് ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്യും. 13 നിന്ന് 30-35 എത്തുന്ന സ്റ്റോക്ക് പ്രൈസ് ഓപ്ഷൻസ് പ്രൈസിനെ ഇവർ സെല് ചെയ്യുകയും ചെയ്യും. പെട്ടെന്നായിരിക്കും ഇവർ മൂവ്മെന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നത്. ഇങ്ങനത്തെ മൂവ്മെന്റ്സ് ക്യാപ്ചർ ചെയ്ത് പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതിനെ അങ്ങനത്തെ ഒരു ട്രേഡിംഗ് സ്റ്റൈലിനെയാണ് നമ്മൾ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. നാലാമത്തെ രീതിയിലുള്ള ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അത് പൊസിഷണൽ ട്രേഡിംഗ് ആയിരുന്നു. എന്താണ് പൊസിഷണൽ ട്രേഡിംഗ്? ഓപ്ഷൻസിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഞാൻ ഇപ്പോൾ പേഴ്സണലി ഇൻട്രാഡേയിൽ നിന്ന് കുറേയൊക്കെ മാറിയിട്ട് പൊസിഷണൽ ട്രേഡ്സ് ആണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് പൊസിഷണൽ ട്രേഡ്സിലോട്ട് മാറാനായിട്ടുള്ള കാര്യം? നമ്മളുടെ ലിവറേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു അഡ്വാൻറ്റേജോ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഇതേപോലെയുള്ള പെട്ടെന്നുള്ള ഹ്യൂജ് സ്പൈക്സും കാര്യങ്ങളും വരുന്നതുകൊണ്ട് നമുക്ക് പൊസിഷണൽ ട്രേഡ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുള്ളൂ. എന്തായിരിക്കും പൊസിഷണൽ ട്രേഡ്? ഇതിപ്പോൾ ഡിസംബർ മാസമല്ലായിരുന്നു. ഞാൻ ജാനുവരി മാസം അവസാനത്തെ എക്സ്പയറിയിൽ ഒരു കോൺട്രാക്ട് വാങ്ങിച്ചു, ഇല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് സെല് ചെയ്തെന്ന് വിചാരിക്കുക. എല്ലാ മാർക്കറ്റ് ഡേയ്സിലും ഞാൻ ഈ ട്രേഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ? അങ്ങനെ ഒരു മാസത്തോളം ഞാൻ ഈ ട്രേഡിൽ ഇരുന്ന് അതിൻ്റെ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ അനലൈസ് ചെയ്ത് വേണ്ട അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് മന്തിന് ഈ ട്രേഡ്സിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ പൊസിഷണൽ ട്രേഡ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് ട്രേഡിങ്ങിന്റെ കാര്യത്തിലേക്കൊക്കെ വരാൻ നേരമാണ് നമ്മൾ പൊസിഷണൽ ട്രേഡിങ്ങിനെ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റിന്റെ രീതിയിലോട്ട് വരാൻ നേരം പൊസിഷണൽ ട്രേഡുകൾ ഏകദേശം ഒരു സ്വിംഗ് ട്രേഡ് മെത്തേഡിലോട്ട് മാറുന്നതായിരിക്കും. സോ സ്വിംഗ് ട്രേഡിംഗ് രീതിയിൽ തന്നെ പൊസിഷണൽ ട്രേഡിംഗ് ചെയ്യുന്ന ഓപ്ഷൻസ് ട്രേഡേഴ്സ് ഒരുപാട് പേര് നമുക്ക് ഇടയിലുണ്ട്. നല്ല ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്, ചെക്ക്ഔട്ട് ചെയ്യാവുന്ന ഒരു മാർക്കറ്റാണ് പൊസിഷണൽ ട്രേഡിംഗ് ഇൻ ഓപ്ഷൻസ്. അഞ്ചാമതായിട്ട് പറയാനായിട്ടുള്ള ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൽഗോ ട്രേഡിംഗ് ആയിരുന്നു. ആൽഗോ ട്രേഡിംഗ് എന്താണ്? ഇന്നത്തെ കാലത്ത് ഒരു ട്രെൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും നമുക്ക്. എന്താണ് ആൽഗോ ട്രേഡിംഗ്? നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സിസ്റ്റം ജനറേറ്റഡ് ഓർഡേഴ്സും കാര്യങ്ങളും പ്ലേസ് ചെയ്ത് അതുവഴി നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ആൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആൽഗോ ട്രേഡേഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സിസ്റ്റമാറ്റിക് ഓർഡേഴ്സ് ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് 10 രൂപയിൽ എത്തുമ്പോഴേക്കും അത് വാങ്ങണം, 15 രൂപയിലേക്ക് വിൽക്കണം, 8 രൂപയിലേക്ക് സ്റ്റോപ്പ് ലോസ് എടുക്കണം. ഈ ഒരു രീതിയിലായിരിക്കും ഒരു ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരിക്കും. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള നിർദ്ദേശം, മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു ആ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശം നമ്മൾ ഒരു സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കുകയും നമ്മൾക്ക് പകരം ഒരു സിസ്റ്റം ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് ന്യൂസ് ബേസ്ഡ് ട്രേഡ്സ് ആയിരുന്നു. ഒരു കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് വരുവാന്ന് കരുതുക. അത് ആ കമ്പനിയെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് അല്ലായിരുന്നു. ഈ ന്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാമെന്ന് കരുതുക. നല്ല റിസൾട്ട് ഒരു കമ്പനി പ്ലേസ് ചെയ്തു, അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കമ്പനി നല്ല രീതിയിൽ മേലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു ന്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പൊസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനാണ് നമ്മൾ ന്യൂസ് ബേസ്ഡ് ട്രേഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് ഇവന്റ് ബേസ്ഡ് ട്രേഡ്സ് ആണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇവന്റ് ഇല്ലെങ്കിൽ മുൻകൂട്ടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കാലവർഷം നമുക്ക് നല്ല രീതിയിലുള്ള മഴ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചേഴ്സിൽ നല്ല ഈൽഡ് കിട്ടും. ആ ഒരു സാഹചര്യത്തിൽ അഗ്രികൾച്ചർ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മേലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ലേ? അതൊരു പർട്ടിക്കുലർ ഇവന്റ് അല്ലേ? അതും അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീസ് മെർജ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു, അതൊരു ഇവന്റ് ആയിട്ട് നടക്കാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഒരു കമ്പനി വേറൊരു കമ്പനീനെ അക്വയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അക്വസിഷൻ വരുന്നു, അതൊരു ഇവന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഇതിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ട്രേഡിംഗ് സ്റ്റൈൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇവന്റ് ബേസ്ഡ് ട്രേഡിംഗ് എന്ന് പറയാം. നമ്മളിപ്പോൾ 7 ടൈപ്പ് ഓഫ് ട്രേഡിംഗ് രീതികളാണ് നമ്മൾ നോക്കിയത്. ഡേ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ്, പൊസിഷണൽ ട്രേഡിംഗ്, സ്കാൽപ്പിംഗ്, ആൽഗോ ട്രേഡിംഗ്, ഇവന്റ് ബേസ്ഡ് ട്രേഡിംഗ്, ന്യൂസ് ബേസ്ഡ് ട്രേഡിംഗ്. ഈ 7 രീതിയിലുള്ള ട്രേഡിംഗ് സ്റ്റൈൽസിനെയും നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് ടൈപ്പിലുള്ള ഏത് ട്രേഡിംഗ് രീതിയുമായിട്ട് നമുക്ക് കമ്പൈൻ ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണത്തിന് ആൽഗോ ട്രേഡിംഗ്, അത് നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ ചെയ്യാം, ഫോറക്സ് മാർക്കറ്റിൽ ചെയ്യാം, കൊമോഡിറ്റി മാർക്കറ്റിൽ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇൻട്രാഡേ ട്രേഡിംഗ് എനിക്ക് ഓപ്ഷൻസിൽ ചെയ്യാം, ഫ്യൂച്ചേഴ്സിൽ ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം. സോ ഇതിൻ്റെ ഒരു കോമ്പിനേഷനും അതുവഴി നമ്മൾക്ക് ഉണ്ടാകാൻ പോകുന്ന എത്ര രീതിയിലുള്ള ട്രേഡിംഗ് സ്റ്റൈലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ന്യൂസ് ബേസ്ഡ് ട്രേഡിംഗ് എനിക്ക് വേണമെങ്കിൽ കൊമോഡിറ്റീവ്സിൽ മാത്രം ചെയ്യാം, ന്യൂസ് ബേസ്ഡ് വെച്ചിട്ട് കൊമോഡിറ്റീവ്സിൽ ചെയ്യാം, ഇക്വിറ്റീസിൽ ചെയ്യാം, ഫോറക്സ് മാർക്കറ്റിൽ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ ഈ 8 രീതിയിലുള്ള മാർക്കറ്റ് ടൈപ്സും 7 രീതിയിലുള്ള ട്രേഡിംഗ് സ്റ്റൈൽസിനെയും നമുക്ക് എങ്ങനെ വേണമെങ്കിലും കമ്പൈൻ ചെയ്ത്
ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഈ രണ്ട് സ്റ്റൈൽസിനെ മാത്രം കമ്പൈൻ ചെയ്താൽ, പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസ് ഒന്നും നോക്കാതെ ജസ്റ്റ് കമ്പയർ ചെയ്താൽ മാത്രം നമുക്ക് 56 രീതികളിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാവുന്ന രീതികൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. നിങ്ങളൊരു ട്രേഡർ ആണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എവിടെ ട്രേഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഓപ്ഷൻസ് ട്രേഡറാണ്. ഏതൊക്കെ ട്രേഡിംഗ് സ്റ്റൈലിലാണ് ഞാൻ ഓപ്ഷൻസ് ചെയ്യുന്നത്? അത് ഇൻട്രാഡേ ആകാം, പൊസിഷനിലാകാം. വേറെ രീതികളിലൊന്നും ഞാൻ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ ഡിസൈഡ് ചെയ്യാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഫോക്കസ് പോകാതെ ഒരു പർട്ടിക്കുലർ ട്രേഡിംഗ് സ്റ്റൈൽ കണ്ടെത്തി അതിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുള്ളത്. സോ ഗൈസ്, താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. ഹാപ്പി ട്രേഡിംഗ്.